പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ കാൽവരിനാഥ മിനിസ്ട്രി ഒരുക്കുന്ന പാടി സ്തുതിക്കാം എന്ന സാക്ഷ്യ പ്രോഗ്രാമിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം. 2-3 ആഴ്ചകൾക്ക് ശേഷം വീണ്ടും കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ അനേക ദൈവദാസന്മാരുടെ അനേക ആളുകളുടെ ജീവിത അനുഭവങ്ങൾ കേൾക്കുവാൻ കർത്താവ് വീണ്ടും നമുക്ക് തന്ന ഈ നല്ല സന്ദർഭത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. തന്റെ ദാസന്മാരിലൂടെ സഹോദരന്മാരിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുമാറാകട്ടെ. കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ ആദ്യ അവസാനം ഈ പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുക്കുക. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ വലിയ കൃപ നമുക്ക് അനുഭവിപ്പാൻ ഇടയാകട്ടെ. കഴിഞ്ഞ 3 ആഴ്ചകളിൽ ശനിയാഴ്ചകളിൽ സ്ഥലത്തില്ലാത്തത് കൊണ്ടും മറ്റ് ശുശ്രൂഷകളും കൺവെൻഷന്റെയും മറ്റും പ്രോഗ്രാമുകളിലെയും സീസൺ ആയിരുന്നു. പല പ്രോഗ്രാമുമായിട്ട് പല സ്ഥലത്തായിരുന്നുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം നടത്തുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ ദൈവം വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം കൃപ തന്നു. നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. കർത്താവിന്റെ ദാസൻ തോമസ് എബ്രഹാം അറ്റ്ലാന്റ ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കും. കർത്താവിന്റെ ദാസനെ എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമേറിയ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഞങ്ങൾ അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കുന്നു. ഈ സമയത്ത് കർത്താവേ, കാൽവറി നാദം മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ഈ സൂം മീറ്റിങ്ങിലൂടെ കർത്താവെ നല്ല സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ, കർത്താവിനെ സ്തുതിച്ച് പാടുന്ന പാട്ടുകൾ ശ്രദ്ധിപ്പാൻ ഒക്കെ നീ ഞങ്ങൾക്ക് അവസരം തന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും ഇവിടുത്തെ കൃപയാൽ അനുഗ്രഹിക്കണമേ. കർത്താവെ, നല്ല സാക്ഷ്യം കേൾക്കുവാനും ദൈവവചനത്തിനുള്ള പ്രബോധനം കേൾക്കുവാനും ഒക്കെ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഇന്ന് ബീഹാറിൽ നിന്നുള്ള അതിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് കേദാർ പാസ്വാനെ അവിടുത്തെ കരങ്ങളിൽ തരുന്നു. അവരെ പൂർണ്ണമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ദൈവകൃപയിൽ ആയിക്കൊണ്ട് കർത്താവെ, തൻ്റെ സാക്ഷ്യം പ്രസ്താവിപ്പാൻ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാട്ടുകളിൽ കൂടി ഞങ്ങളെ സഹായിക്കുന്ന ബ്രദർ ഷാലോമും അതുപോലെ സിസ്റ്റർ ഷാരോൺ രണ്ടുപേരെയും അവിടുത്തെ കരങ്ങൾ പരമേൽപ്പിക്കുന്നു. കർത്താവെ, എല്ലാം അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റമൊക്കെയും അതിൻ്റെ നിലയിൽ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ആവശ്യമായ ദൈവകൃപ നൽകി സഹായിക്കണമേ. കർത്താവിൻ്റെ നാമം ഇതിൽ കൂടി മഹത്വപ്പെടുവാൻ കഴിഞ്ഞ നാളുകളിൽ സഹായിച്ചു. ഈ കർത്താവെ 176-ാമത്തെ ഈ എപ്പിസോഡും കർത്താവിൻ്റെ നാമമഹത്വത്തിനാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിമ്പിൽ പ്രവർത്തിക്കുന്ന സഹോദരന്മാരെ അവിടുത്തെ കരങ്ങൾ പരമേൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് സന്തോഷ് ബ്രദറിനെയും റോയ് ബ്രദറിനെയും കരങ്ങൾ പരമേൽപ്പിക്കുന്നു. ഇന്ന് കർത്താവെ, ഇതിൽ പ്രവർത്തിക്കുന്ന അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. കൂടുതൽ പേര് അറ്റൻഡ് ചെയ്യുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ കൂടി മഹത്വപ്പെടുത്തണമേ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നെ ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ രക്ഷിതാവും ദൈവവുമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ വലിയ താഴ്മയോടെ യാചിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. താങ്ക് യു തോമസ് എബ്രാങ്കിൾ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാൽവരിനാഥം മിനിസ്ട്രിയുടെ 176-ാമത്തെ എപ്പിസോഡാണ് ഇന്ന് രാത്രിയിൽ നാം പങ്കെടുക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ വളരെ അനുഗ്രഹിച്ചു. അനേക ജീവിതാനുഭവങ്ങൾ പ്രക്ഷേപണം ചെയ്യുവാൻ ദൈവം കൃപ തന്നു. ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് തന്റെ ദാസന്മാരിലൂടെ നമ്മോട് സംസാരിക്കുമാറാകട്ടെ. ബീഹാർ മുസാഫർപൂറിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ കേദാർ പാസ്വാൻ, വാഞ്ചലിസ്റ്റ് കേദാർ പാസ്വാൻ അവറുകളാണ് ഇന്ന് രാത്രി നമ്മോടുകൂടെ ഉള്ളത്. ഞങ്ങൾക്ക് ഒരുമിച്ച് പത്തനംതിട്ട BBAയിൽ ദൈവവചനം പഠിക്കുവാൻ അഭ്യസിപ്പാൻ ഞങ്ങൾക്കിടയായി. വീണ്ടും കർത്താവിന്റെ ദാസനുമായിട്ട് ഒരു പ്രോഗ്രാമിൽ ഒരുമിച്ച് വരുവാൻ ദൈവം തന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിന്റെ മക്കൾ ഷാലോൺ ആൻഡ് ഷാരോൺ ഈ പ്രിയപ്പെട്ടവർ ഇന്ന് 2 ഗാനങ്ങൾ ആലപിക്കും. പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് കർത്താവിന്റെ ദാസന്മാരെ പ്രാർത്ഥനയോടെ ക്ഷണിക്കും. അതുപോലെ ഈ ശുശ്രൂഷ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷിജി എസ് തിരുവനന്തപുരം അവറുകളാണ്. പ്രിയ കർത്താവിന്റെ ദാസനും അനേക ശുശ്രൂഷയുടെ മുഖത്താണ് ഈ ദിവസങ്ങളിൽ നിൽക്കുന്നത്.
പ്രിയദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ പ്രാർത്ഥനയോടെ ഹാർദവമായി സ്വാഗതം ചെയ്യും. അതുപോലെ മിനിസ്ട്രിയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസൻ ബ്രദർ മാമൻ കുര്യൻ അവറുകൾ, അതുപോലെ വിദേശങ്ങളിൽ നിന്ന് അടുത്തു നിന്ന് അകലെ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേക ദൈവദാസന്മാര് ദാസിമാര്, നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ നിങ്ങളെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗാനങ്ങൾക്കായി മറ്റ് ജീവിത അനുഭവങ്ങൾക്കായി കർത്താവിന്റെ ദാസൻ കേദാർ പാസ്വാൻ അവറുകളെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. അതുപോലെ അത് വിവർത്തനം ചെയ്യുവാൻ കർത്താവിന്റെ ദാസൻ ഷിജി അവറുകളെയും പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. परमेश्वर की नाम की महिमा हो। इस सुंदर समय के लिए परमेश्वर को धन्यवाद देते हैं, जो परमेश्वर ने इस ऑनलाइन के जरिए इस सौभाग्य दिया कि परमेश्वर का उपस्थिति में आ सके। ഈ സൂം മാധ്യമത്തിലൂടെ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ഇടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. और जैसा कि प्रिय संतोष ब्रदर ने बताया, मेरा नाम केदार पासवान है और मैं പോലെ എന്റെ പേര് കേദാർ പാസ്വാൻ എന്നാണ്. और मैं हिंदू परिवार से प्रभु में आया हुआ हूँ. ഞാൻ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നും കർത്താവിന്റെ ഭാഗത്തേക്ക് വന്ന ഒരാളാണ്. और अभी मेरी जो एल्डर डॉटर है, 3 हमारे बच्चे हैं, जिसमें एल्डर डॉटर है शारोन, वो एक मलयालम गाना गाएगी. उसके बाद में जो सेकंड जो हमारा सन है शालोम, और हिंदी गाना गाएंगे. എനിക്ക് 3 മക്കളാണ്. അതിൽ മൂത്ത മകൾ ഷാരോൻ ഇപ്പോൾ ഒരു മലയാളം പാട്ട് പാടും. അതിനുശേഷം രണ്ടാമത്തെ മകൾ ഷാരോൻ ഒരു ഹിന്ദി പാട്ട് പാടും. हाँ, तो अभी शारोन हमारे गाना गाएगी, जो प्रभु का महिमा हो, मलयालम गाना. आप लोग इस गीत को सुने और परमेश्वर की महिमा करें. ഇപ്പോൾ മലയാളം പാട്ട് നമുക്ക് പാടിക്കൊണ്ട് ദൈവത്തെ നോക്കാം. വാനവും ഭൂമിയും ചമച്ചവനെ വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ. വാനവും ഭൂമിയും ചമച്ചവനെ മഹിമയും പ്രഭുതാ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനെ. महिमाय प्रभुदा महत्वतिन योग्यन मानवं पुगഴ്ചയും യേശുവിനെ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ.
പ്രഭുനാ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനെ. യേശുനാഥാ നീ എൻ ദൈവം. യേശുനാഥാ നീ എൻ ആശ്രയം. യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം. യേശുനാഥാ നീ എൻ ആശ്രയം. യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. കീർത്തിക്കും ഞാൻ എന്നേശുപരാ. കർത്തനു തുല്യനായി ആരുമില്ല. കീർത്തിക്കും ഞാൻ എന്നേശുപരാ. കർത്തനു തുല്യനായി ആരുമില്ല. മഹിമയിൻ പ്രഭുനാ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനെ. മഹിമയിൻ പ്രഭുനാ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനെ. യേശുനാഥാ നീ എൻ ദൈവം. യേശുനാഥാ നീ എൻ ആശ്രയം. യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം. യേശുനാഥാ നീ എൻ ആശ്രയം. യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. എന്റെ കോട്ടയും നീ മാത്രമേ. എന്റെ കോട്ടയും നീ മാത്രമേ. Thank you. इसका अर्थ गीत का समझे होंगे। अगला गीत हमारा बेटा शालोम के द्वारा होगा, जो गीतकार कहते हैं, हर पल यीशु के संग, हर पल यीशु के संग, उसी के सहारे जीऊंगा। प्रतिदिन यीशु के संग रहना और यीशु के सहारे जीना, गीत का यही बोल है। അടുത്തതായിട്ട് എന്റെ മകൻ ഷാലോം ഒരു പാട്ട് പാടും. ഹിന്ദി പാട്ടാണ് പാടുന്നത്. അതിന്റെ ആശയം എന്നുള്ളത് എല്ലാ ദിവസവും കർത്താവിനോടൊപ്പം ആയിരിക്കുക, കർത്താവിന്റെ കൂടെ സഞ്ചരിക്കുക എന്നുള്ള ഒരു ആശയം പാടി. आइए सुने इस गीत को शालोम के द्वारा। ഷാലോം നമുക്കായ പാട്ട് ഇപ്പോൾ പാടാം. हर पल यीशु के संग में, हर रोज उसके सहारे, हर पल यीशु के संग में, हर रोज उसके सहारे। जुदा में
नहीं सकते तुझसे मेरे प्यारे, जुदा मेरे हो नहीं सकते तुझसे मेरे प्यारे। मोहब्बत है, मोहब्बत है, मोहब्बत है यीशु से। मोहब्बत है, मोहब्बत है, मोहब्बत है यीशु से। तुझसे दूर होकर, तुझको भूल कर कुछ भी नहीं कर सकूं। तुझको छोड़ कर क्या पा सकूं, ऐसा कुछ नहीं धरती पर। तुझसे दूर होकर, तुझको भूल कर कुछ भी नहीं मैं कर सकूं। तुझको छोड़ कर क्या पा सकूं, ऐसा कुछ नहीं धरती पर। मोहब्बत है, मोहब्बत है, मोहब्बत है यीशु से। मोहब्बत है, मोहब्बत है, मोहब्बत है यीशु से। मुझे प्रीत करता है, जीवन की है। प्यार बुझाए जो जीवन का धरना, प्यासी हूँ मैं तेरी, तू ही मुझे प्रीत करता है, जीवन की है। प्यार बचाए जो जीवन का धर्म, प्यासा हो गया तेरी मोहब्बत है, मोहब्बत है, मोहब्बत है यीशु से। मोहब्बत है, मोहब्बत है, मोहब्बत है यीशु से। हर पल यीशु के संग में, हर रोज
उसके सहारे हर पल यीशु के संग में हर रोज उसके सहारे जुदा हो नहीं सकते तुझसे मेरे जुदा में हो नहीं सकते तुझसे मेरे मोहब्बत है मोहब्बत है मोहब्बत है यीशु से प्रीति आहे प्रीति आहे प्रीति आहे यीशु की भालोबासी ভালোবাসি ভালোবাসি যীশুকে স্নেহিতকে 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 যীশুকে मोहब्बत है मोहब्बत है यीशु से। थैंक यू। परमेश्वर की महिमा हो, सुंदर समय के लिए जो परमेश्वर ने दिया। जैसा गीत में सुन रहे थे, मोहब्बत है उस खुदा से। ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാവട്ടെ. മനോഹരമായ ഒരു പാട്ട് പാടി കേൾക്കാനിടയായി. പാടിയതുപോലെ കർത്താവിനോട് എനിക്ക് സ്നേഹമുണ്ട് എന്നുള്ള ഒരു വരികളാണ് അത് പാടിക്കേണ്ടത്. इसलिए हम उस खुदा के यानी उस यीशु मसीह के साथ हम प्रतिदिन उस पर विश्वास करके जिए और चले। ആ നിലയിൽ നമ്മുടെ കർത്താവിനോട് ദൈനംദിനം വിശ്വാസത്തോടെ അവരോട് ചേർന്ന് അതിനെ പിൻപറ്റുവാൻ നമുക്ക് കഴിയട്ടെ. परमेश्वर को धन्यवाद देते हैं। आइए, जो समय हमें मिला है परमेश्वर का उपस्थिति में अपने जीवन के विषय में कुछ संक्षेप में गवाही को दे सके। ഈ നിലയിൽ അല്പസമയം ഞങ്ങളോടൊപ്പം എന്റെ ജീവിതത്തിന്റെ ചില അനുഭവങ്ങൾ പങ്കിടുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനായിട്ട് നമുക്ക് സമയം നൽകും. इस सभा में जुड़े हुए सभी भाइयों बहनों बच्चों सबको प्रभु यीशु मसीह के मधुर और मीठे नाम में सबको जय मसीह नमस्कार। ഈ പ്ലാറ്റ്ഫോമിലൂടെ പങ്കെടുക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹം. और मैं धन्यवाद देता हूं खास करके प्रिय संतोष ब्रदर के लिए कि इस प्रकार का प्लेटफॉर्म उन्होंने तैयार किया कि परमेश्वर के दास जनों की गवाही और संक्षेप में परमेश्वर के वचन को सुन सके। ഞാൻ കർത്താവിന്റെ ദാസൻ സന്തോഷ് മാത്യുവോട് നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി ദാസന്മാരുടെ സാക്ഷ്യം കേൾപ്പിക്കാനും വചനം കേൾപ്പിക്കുവാനും ഇടയാകുന്നല്ലോ. അതോടൊപ്പം तो जैसा कि मैंने बताया अपने विषय में, मेरा नाम केदार पासवान हो गया और मैं हिंदू बैकग्राउंड से आया हूँ। ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ എന്റെ പേര് കേദാർ പാസ്വാൻ എന്നാണ്. ഞാൻ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നതാണ്. मेरा स्थानीय जो घर है वो मोतीपुर मुजफ्फरपुर बिहार स्टेट से हूँ। ബീഹാറിൽ മുസഫർപൂറിനടുത്ത് മോത്തിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ആയിരിക്കുന്നത്. और मेरा असेंबली रहबोत ब्रदरन असेंबली मोतीपुर में है। എന്റെ സ്ഥലം സഭ രഹബോത്ത് ബ്രദർ അസംബ്ലി മോത്തിപ്പൂറിലാണ്. बिफोर कन्वर्सन के विषय में मैं बताएंगे। बिफोर कन्वर्सन ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. जैसे कि मैंने बताया कि मैं हिंदू परिवार से आया हूं और मेरा जन्म 20/5
1976 20 मई 1976 का मेरा जन्म है 1976 ഞാൻ ജനിച്ചത്. और मेरे पेरेंट्स जो है वो अपने धर्म के अनुसार उन्होंने पाला पोसा और बढ़ाया. मेरे पेरेंट्स लोगों ने വലുതാക്കി. और मैं एक 1994 में जब मैं अपने 10 क्लास पास करने के बाद में दिल्ली में गया था 1994 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ഞാൻ ഡൽഹിയിലേക്ക് പോയി. और उस वक्त में मैंने ऐसे ही अपने एक छोटा सा काम वहां करते हुए हम जीवन को बिता रहे थे. അവിടെ ഞാനൊരു ചെറിയ ജോലിയിൽ ഏർപ്പെട്ട് ഞാൻ മുമ്പോട്ട് പോവുകയായിരുന്നു. और मेरे मन में एक ऐसे डिसाइड था सच्चे परमेश्वर की खोज में. എന്നാൽ എന്റെ മനസ്സിൽ ഒരു സത്യ ദൈവത്തെ കുറിച്ചുള്ള ഒരു അന്വേഷണം എന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. क्योंकि मैं अपने धर्म के अनुसार तो अच्छा काम कर रहे थे जैसे हमारे माँ बाप ने सिखाए थे. കാരണം എന്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചതുപോലെ മതത്തിൻ്റെതായ കാര്യകർമ്മങ്ങളെല്ലാം ഞാൻ ചെയ്തു വരികയായിരുന്നു. जैसा कि पूजा पाठ करना, तीर्थ त्योहार में जाना इत्यादि इन सब में काफी हम रुचि रखते थे. പൂജകൾ ചെയ്യുക, ഉത്സവങ്ങളിൽ പങ്കെടുക്കുക, ഈ കാര്യങ്ങളെല്ലാം മുടങ്ങാതെ ഞാൻ ചെയ്യുമായിരുന്നു. लेकिन मन में हमेशा जो करते थे उसमें हम कभी भी संतुष्ट नहीं रहते थे. എന്നാൽ ഇതൊക്കെ ചെയ്യുന്നുവെങ്കിലും മനസ്സിൽ ഒരു സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നില്ല. और जो भी हम करते थे वो समझते थे कि मैं अच्छा करता हूं, फिर भी मन में वो शांति और खुशी नहीं रहता था. ചെയ്യുന്നതൊക്കെ നല്ലതാണെന്ന് തോന്നും, പക്ഷെ എങ്കിലും ഉള്ളിന്റെ ഉള്ളില് ഒരു സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ കഴിയാറില്ലായിരുന്നു. तो मेरा कन्वर्सन किस प्रकार से हुआ, मैं वो बात को बताना चाहता हूँ. ഞാൻ എങ്ങനെയാണ് ഈ വിശ്വാസത്തിലേക്ക് വന്നത് എന്നുള്ളത് ഞാൻ ഇനി പറയട്ടെ. तो मैं हमेशा अपना जिंदगी में सोचता था कि सच्चा ईश्वर के विषय में ഞാൻ എപ്പോഴും ഒരു സത്യ ദൈവത്തെ കുറിച്ചുള്ള ഒരു അന്വേഷണവും ചിന്തയും എന്റെ മനസ്സിലുണ്ടായിരുന്നു. लेकिन ऐसे ही एक बार हमारे जो हम जिस फैक्ट्री में काम कर रहे थे हमारे मित्र के द्वारा एक संदेश मैंने सुना जो यीशु मसीह के विषय में बताया. ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്യുന്ന ഫാക്ടറിയിൽ എന്നോടൊപ്പം ജോലി ചെയ്ത ഒരു സുഹൃത്തിനോട് നിന്നാണ് ആദ്യമായിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നത്. जब इसने यीशु मसीह के विषय में जब बताया तो मुझे काफी अच्छा लगा. ആ സഹോദരൻ എന്നോട് സുവിശേഷം യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കത് വളരെ ഇഷ്ടമായി തോന്നി. सचमुच मैं अपने उनसे बताया कि मैं जो जीवन बिताता हूं ऐसा लगता है कि जैसा एनिमल जीवन बिताते हैं. ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു, ഞാൻ നയിക്കുന്ന ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു മൃഗത്തെ പോലെയുള്ള ഒരു ജീവിതമാണ്. क्योंकि जैसे जानवर को कोई लक्ष्य नहीं है वैसे मेरा भी कोई लक्ष्य नहीं था. ഒരു മൃഗത്തിന് ജീവിതത്തെ കുറിച്ച് യാതൊരു ലക്ഷ്യബോധം ഇല്ലാത്തതുപോലെ എനിക്കും ഒരു ലക്ഷ്യവും ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. लेकिन जब वो भाई ने जब मुझे बताया परमेश्वर के वचन बाइबल से इक्लेसियो उसका 11, 9 and 10 वर्ष, तब मेरा आंखें खुल गया. ആ സഹോദരൻ സഭാപ്രസംഗി 3-ാമത്തെ 9-10 വാക്യങ്ങളിൽ നിന്നും എന്നോട് വചനം പങ്കുവച്ചപ്പോൾ എന്റെ കണ്ണുകൾ തുറക്കുകയായിരുന്നു. और उस समय सचमुच में लगा कि मैं परमेश्वर का दृष्टि में मैं पाप करते हुए अपने जीवन को बिताऊं, एक दिन परमेश्वर मेरा न्याय करेगा. इस बात को मेरा जीवन में बड़ी हर्ट हुआ. ആ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ ഹൃദയത്തിൽ ഞാനിങ്ങനെ പാപത്തിൽ തുടർന്ന് ജീവിച്ചാൽ ഒരു ദിവസം ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ न्याय വിധിക്കപ്പെടുമല്ലോ എന്നുള്ള ചിന്ത എന്നെ ഭരിച്ചു. तो मैंने उस भाई से पूछा कि ये बताया कि पाप की मजदूरी, पाप के फल जो है मृत्यु है,
तो कैसे हम उस परमेश्वर कैसे हम उस परमेश्वर पर विश्वास करें, कैसे उस अनंत जीवन को पाए। मैंने उस भाई से बताया, तब उसने यीशु मसीह पर विश्वास के विषय में बताया। ഞാൻ ആ സഹോദരനോട് ചോദിച്ചു, പാപത്തിന്റെ ശമ്പളമാണ് മരണമെങ്കിൽ എങ്ങനെ ആ മരണത്തിൽ നിന്ന് യേശു ക്രിസ്തുവിലൂടെ രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ഞാൻ ചോദിക്കാനിടയായി. और उसके बाद में तब मैंने प्रभु यीशु मसीह को अपने जीवन में उद्धारकर्ता करके 5 अक्टूबर 1997 को ग्रहण किया। ആ സഹോദരൻ എന്റെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി തരികയും അതിനെ തുടർന്ന് ഒക്ടോബർ മാസം 5-ാം തീയതി ഞാൻ കർത്താവിനെ എന്റെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. और उसके बाद में जब परमेश्वर के वचन को सुनाया तो फिर उसने बताया कि अब परमेश्वर की आज्ञा को तुम्हें पालन करके अपने जीवन को बिताना। അതിനുശേഷം ആ സഹോദരൻ വീണ്ടും എന്നോട് ദൈവത്തിൽ നിന്ന് ആലോചനകൾ പങ്കിട്ടു. വിശ്വാസിയായി തീർന്നാൽ പിന്നെ കർത്താവിന്റെ കൽപ്പനയായ സ്നാനം ഏൽക്കേണ്ടതായിട്ടുണ്ടെന്ന് പറഞ്ഞു. सेम ईयर 1997 20 दिसंबर को मैंने प्रभु की आज्ञा को पालन किया, यानी बपतिस्मा लिया दिल्ली में ही। ദില്ലിയിൽ വെച്ച് തന്നെ ഞാൻ അതേ വർഷം ഡിസംബർ മാസത്തില് കർത്താവിന്റെ കൽപ്പനയായ ജലസ്നാനം സ്വീകരിച്ചു. ओ ब्रदर जिस समय विश्वास के विषय में बताया और उद्धार पाया, वो ऐसे पेंटिकोस्टल ग्रुप भी नहीं बोल सकते, क्योंकि वो अपना काम करते हुए प्रभु का सेवा भी करता था। ആ സഹോദരൻ ഒരു പെന്തിക്കോസ് ഗ്രൂപ്പ് എന്ന് പറയാമെങ്കിലും താൻ സ്വന്തമായിട്ട് ജോലി ചെയ്യുകയും സുവിശേഷം അറിയിക്കുകയും ചെയ്യുന്ന ഒരു സഹോദരനായിരുന്നു. हाँ, लेकिन उस समय तो मुझे पता नहीं था कि वो पेंटिकोस्टल है, ब्रदरन है, क्या है, क्योंकि मैं तो पहली बार यीशु मसीह के विषय में सुना था और विश्वास किया। ആ സമയത്ത് എനിക്ക് പെന്തിക്കോസ് എന്താണ്, ബ്രദർ എന്താണെന്നൊന്നും അറിയില്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ മാർഗത്തെ കുറിച്ച് കേൾക്കുന്നത്. उसके बाद में मैं जब 3 महीने के बाद में जब अपने गांव वापस आया, बिहार मोतीपुर जगह में, അതിനുശേഷം 3 മാസം കഴിഞ്ഞ് ഞാൻ എന്റെ ഗ്രാമത്തിലേക്ക് മോത്തിപ്പൂരിലേക്ക് മടങ്ങി വന്നു. उसी समय पर हमारा मोतीपुर में एक छोटा सा स्कूल, एक अंकल है, मलयाली अंकल है, जो उन्होंने यहाँ शुरू किया था। ആ സമയത്ത് മോത്തിപ്പൂരിൽ ഒരു മലയാളിയായ ഒരു അങ്കിൾ ഒരു ചെറിയ സ്കൂൾ ആരംഭിക്കാനിടയായിരുന്നു. और उस समय इस मोतीपुर एरिया में कोई यहाँ रोमन कैथलिक या कोई विश्वासी कहने के लिए हमारे मोतीपुर ब्लॉक के अंदर में कोई नहीं था। ആ സമയത്ത് ഞങ്ങളുടെ മോത്തിപ്പൂർ ബ്ലോക്കിന്റെ അകത്ത് വിശ്വാസികളായോ ക്രിസ്ത്യാനികളായോ ആരും തന്നെ ഉണ്ടായിരുന്നു. तब मैं उनसे जा करके मैंने मिला। ആ സമയത്ത് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. उनका नाम है रामदास, അദ്ദേഹത്തിന്റെ പേരാണ് രാംദാസ്. कुडंगलूर का रहने वाले हैं। അദ്ദേഹം കേരളത്തിലെ കുടങ്ങല്ലൂർ സ്വദേശിയാണ്. क्योंकि जब स्कूल खुला था उस वक्त में हमारे परिवार से हमारे अंकल के भाई लोग वहां पर वो लोग पहली बार उस स्कूल में वो लोग दाखिला लिया था। ആ സ്കൂൾ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ പലരും ആ സ്കൂളില് കുട്ടികളെ അയക്കാനിടയായി. तो इस प्रकार से उनसे मैं परिचित थोड़ा था, जानकारी था। അങ്ങനെ എനിക്ക് അദ്ദേഹവുമായിട്ട് പരിചയമുണ്ടാകാനിടയായി. तो जब मैं उनसे बताया कि मैं दिल्ली में चला गया था और वहां पर मैंने प्रभु यीशु मसीह को ग्रहण किया है और बपतिस्मा लिया है, उसके बाद में उन्होंने बहुत खुश हुआ। ഞാൻ അദ്ദേഹത്തോട് ഞാൻ ഡൽഹിയിൽ വെച്ച് കർത്താവിനെ കേൾക്കാനും സ്വീകരിക്കാനും സ്നാനപ്പെടാനിടയായി തീർന്നു എന്ന് അറിയിച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. और उन्होंने हमें एक वचन पढ़ करके हमको दिखाया था। ആ സമയത്ത് ദേവദാസൻ എന്നെ ഒരു വാക്യം വായിച്ചു കേൾപ്പിച്ചു. क्योंकि वो भी मुझे पहले 1-2 बार प्रभु के बारे में उन्होंने बताया, परंतु मैं वो नेग्लेक्ट कर दिया। കാരണം എന്നെ മുമ്പ് താൻ പല പ്രാവശ്യം സുവിശേഷം കേൾപ്പിച്ചെങ്കിലും ആ സമയത്തൊന്നും ഞാൻ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. तो जब उनसे मैं मिला और बताया अपने विश्वास के विषय में, तो उन्होंने एक वचन बोला जो फिलिपियों के पत्री 4:1 है।
ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ദൈവവചനം എന്നെ വായിച്ചു കേൾപ്പിച്ചു. അത് ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. हाँ, लिखा है कि इसलिए हे मेरे प्रिय भाइयों, जिनमें मेरा जी लगा रहता है, जो मेरे आनंद और मुकुट हो, हे प्रिय भाइयों, प्रभु में इसी प्रकार स्थिर रहो। और ये वचन मुझे काफी जो है कि मुझे और मजबूत किया। ഈ വാക്യം എന്നെ വളരെയധികം ആകർഷിച്ചു. और उसी साल में एक यहाँ पर आराधना के साथ में एक छोटा कलीसिया शुरू हुआ, जो सिर्फ टीचर, मलयाली टीचर 4 लोग थे। ആ കുറച്ച് ദിവസങ്ങൾ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചെറിയ കൂടിവരവ് ആരംഭിച്ചു. അതിൽ മലയാളികളായ അധ്യാപകരായിരുന്നു ഉണ്ടായിരുന്നത്. जब मैं अपने घर के लोगों को मैंने बताया कि मैं यीशु मसीह पर विश्वास किया था, ഞാൻ എന്റെ വീട്ടുകാരോട് ഇങ്ങനെ എന്റെ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ तब ऐसा लगा कि जैसा मैंने कोई बड़ा अपराध किया। അവരെന്നോട് പെരുമാറിയത് ഞാൻ എന്തോ വലിയ ക്രൂരകൃത്യം ചെയ്തതുപോലെയാണ്. क्योंकि मेरे माँ, मेरे पिताजी और मेरे अंकल जो कम्युनिस्ट पार्टी का पॉलिटिकल लीडर थे, और हमारे अंकल जो सरकार गवर्नमेंट जॉब में वर्क करते थे, ये लोग काफी मुझे बहुत सारे बात उन्होंने कहा। എന്റെ മാതാപിതാക്കൾ, എന്റെ അങ്കിൾ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പാർട്ടി നേതാവൊക്കെ ആയിരുന്ന ബന്ധുമിത്രാദികൾ എന്നെ ധാരാളം ഈ കാര്യത്തിൽ എന്നെ സഹായിച്ചു. और काफी मुझे एक अंकल काफी मुझे बैडली वर्ड बोलते रहा। मैं उनसे छुप करके और अपने घर से भी छुप करके मैंने चर्च में जाना शुरू किया। അതില് എന്റെ ഒരു അങ്കിൾ എന്നെ വളരെ മോശമായ വാക്കുകളിലൂടെയാണ് എപ്പോഴും പെരുമാറിയിരുന്നത്. ഞാൻ അദ്ദേഹത്തെ എന്റെ വീട്ടുകാരെ ഒളിച്ചൊളിച്ചൊക്കെയാണ് സഭയിൽ പോകാൻ ഇടയായത്. जब मेरे पिताजी को मैंने बताया तो उन्होंने थोड़ा सा नरम, अपने मन को नम्र किया, परंतु हमारे अंकल लोग, वो लोगों ने काफी क्रोधित में रहे। കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ മാതാപിതാക്കൾ അല്പം ശാന്തമായെങ്കിലും മറ്റ് ബന്ധുമിത്രാദികൾ വളരെ വിരോധത്തിലാകാൻ ഇടയായി. और हमारे जब पिताजी, हमारे घर के लोग जब थोड़ा सा शांत हुए, तो समाज के लोगों ने मेरे ऊपर में विरोध करना शुरू कर दिया। വീട്ടുകാരൊക്കെ സാവകാശം അവരൊന്ന് ശാന്തമായപ്പോൾ നാട്ടുകാരെല്ലാം എനിക്ക് വിരോധമായിട്ട് മുമ്പോട്ട് വന്നു. और मुझे जो है 1 साल के लिए एक समाज जो है कम्युनिकेटेड कर दिया, समाज से अलग कर दिया। എന്നെ ഈ കാരണത്താൽ ഒരു വർഷത്തേക്ക് സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തി. क्योंकि जब मैं विश्वास में नहीं था, तो अपने धर्म में, अपने पूजा पाठ में काफी मैं रुचि रखने वाला और काफी मददगार हर एक बातों में था। ഞാൻ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ എന്റെ പഴയ മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം കൃത്യമായിട്ട് പങ്കെടുക്കുകയും അതിൽ വളരെ ഉത്സാഹത്തോടെ നിന്ന ഒരാളായിരുന്നു. उस समय जब मैं विश्वास किया, उस समय मेरा एज लगभग 20-22 यही रहा होगा। ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ എന്റെ പ്രായം 20-22 വയസ്സൊക്കെയാണ്. और मैं समाज से लगभग काफी दिन तक छुप करके आराधना में, प्रार्थना में सब जाते थे। അനേക നാളുകൾ ഞങ്ങൾ വളരെ മൗനത്തോടുകൂടെ മീറ്റിംഗ്, സഭായോഗങ്ങളെല്ലാം പങ്കെടുത്ത് മുമ്പോട്ട് പോവുകയായിരുന്നു. उस वक्त में हमारे मोतीपुर इस पूरी एरिया में लगभग 2 लाख का पॉपुलेशन था। अभी तो लगभग 6 लाख का पॉपुलेशन हो गया। कोई विश्वासी इधर में नहीं था जिससे मैं अपनी बातों उनसे बोल सके। सिर्फ जो थे मलयाली लोग, 3-4 टीचर लोग थे। ആ സമയത്ത് ഞങ്ങളുടെ മോത്തിപ്പൂരിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം 2 ലക്ഷത്തോളമായിരുന്നു. ഇപ്പോൾ അത് 5 ലക്ഷത്തോളമായി. ഞാൻ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ഒരൊറ്റ മനുഷ്യൻ പോലും അവിടെ വിശ്വാസികളില്ല, ഈ മലയാളികളായ അധ്യാപകർ വഴി. फिर कुछ दिन यहाँ फेलोशिप करके मैं दिल्ली कुछ दिनों के लिए चला गया। കുറച്ചു നാൾ ഞാൻ അവിടുത്തെ കൂടിയൊരു പങ്കെടുത്തതിനു ശേഷം വീണ്ടും മടങ്ങി ഡൽഹിയിലേക്ക് പോയി. ऐसे ही यहाँ कुछ दिन दिल्ली, कुछ दिन बिहार में आते जाते फेलोशिप करते रहा।
അങ്ങനെ ഞാൻ ഡൽഹിയിലും അതുപോലെ ഇവിടെ വരുമ്പോൾ ഇവിടെ മോദിപൂരിലും ഒക്കെ ആയിട്ട് കൂട്ടായ്മയിൽ പങ്കെടുത്ത് മുമ്പോട്ട് പോവുകയായിരുന്നു. तब प्रभु ने हमें अपने सेवा के लिए मुझे बुलाया. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവിന്റെ വേലയ്ക്കുള്ള ഒരു വിളിയും ഭാരവും എനിക്കുണ്ടായത്. कुछ लोग बोलते थे कि भैया आपको हमारा जो टीचर लोग थे वो लोग भी बोलते थे कि ब्रदर आपको प्रभु ने अपने सेवा के लिए यहाँ पर आपको बुलाया है. എന്നെ കൊച്ചു സഹോദരന്മാരെല്ലാം ഇതുപോലെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി താങ്കളെ വിളിക്കുന്നു എന്ന് എന്നെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു. लेकिन मैं कभी भी समझ में कि सेवा है क्या. എന്നാൽ എനിക്ക് എന്താണ് ഈ സേവ അല്ലെങ്കിൽ സുവിശേഷ വേല എന്ന് പറഞ്ഞത് എന്താണ് ഈ കാര്യം എനിക്ക് അറിയില്ല. लेकिन मैं इतना जानता था कि प्रभु का सेवा है कि प्रभु को कुछ देना, प्रभु के लिए गीत गाना, यही सब है. इतना ही मैं जानता था. അന്ന് എനിക്ക് സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ കർത്താവിന് എന്തെങ്കിലും കൊടുക്കുക, കർത്താവിന് വേണ്ടി പാടുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. हाँ, लेकिन प्रभु का वचन से मुझे क्योंकि मैं प्रभु के लिए काफी उत्साहित था और प्रभु के सेवा में, प्रभु के वचन को प्रभु का गीत गाने में, प्रभु का वचन को सीखने में मैं काफी उत्साह में रहा. ആ ദിവസങ്ങളിൽ എനിക്ക് കർത്താവിന്റെ വചനം പഠിക്കാനും ക്രിസ്തീയ പാട്ടുകൾ പാടാനും ഒക്കെ വളരെ സന്തോഷവും ഉത്സാഹവുമായിരുന്നു. और मेरे मन में इतना था कि मैं एक दिन प्रभु अपना काम करके प्रभु के सेवा के लिए मैं प्रभु के सेवा के लिए देंगे, ऐसा मेरे मन में विचार था. ഞാൻ അന്നൊക്കെ മനസ്സിൽ കരുതിയിരുന്നത് എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ആ ജോലി കൊണ്ട് കിട്ടുന്ന തുക സുവിശേഷ വേലയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ കൊടുക്കാമെന്നൊക്കെ ഞാൻ കരുതി. क्योंकि मेरा जो काम था वो हैंड एम्ब्रॉयडरी का एक काम था, जो बाइबल में हम लोग पढ़ते हैं कशीदा का काम, बहुत ही बारीक और काफी फैंसी काम था. എന്റെ അന്നത്തെ ജോലി എന്ന് പറഞ്ഞാൽ എംബ്രോയിഡറി വർക്കായിരുന്നു. അത് വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയായിരുന്നു. दिल्ली में मैंने एक छोटा सा अपना कंपनी वहां पर कारखाना खोलने का भी सब प्लान किया. ഡൽഹിയിൽ എനിക്ക് ഞാൻ സ്വന്തമായിട്ട് തന്നെ ഒരു ചെറിയ മില്ലത്ത് തുടങ്ങാൻ ആരംഭിച്ചതാണ്. लेकिन प्रभु ने मुझे अपने वचन से एक बार बातचीत किया. എന്നാൽ ദൈവത്തിന്റെ വചനത്തിലൂടെ കർത്താവ് എന്നോട് സംസാരിച്ചു. जर्मिया उसके 29 वर्ष 11 and 12. യെരമ്യാ പ്രവാചക പുസ്തകം 21-ാം അധ്യായം 11-12 വാക്യം. हम लोग पढ़ते हैं, क्योंकि यहोवा की यह वाणी है, जो कल्पनाएं मैं तुम्हारे विषय में करता हूं उन्हें मैं जानता हूं, वे हानि की नहीं वरन कुशल की है, और अंत में तुम्हारा आशा पूरी करूंगा. तब उस समय तुम मुझको पुकारोगे और आकर मुझसे प्रार्थना करोगे और मैं तुम्हारी सुनूंगा. तो ये वचन मुझे काफी प्रोत्साहन किया, क्योंकि मैं परमेश्वर के सेवा के लिए मेरे मन में योजना बना रहे थे, लेकिन परमेश्वर मेरे लिए योजना बना रहा था. ഞാൻ ഈ വാക്യം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു, ഉത്സാഹിപ്പിച്ചു. ഞാൻ എന്റെ ജീവിതത്തെ കുറിച്ചുള്ള പ്ലാനും പദ്ധതിയൊക്കെ ഇടുകയായിരുന്നെങ്കിലും ഈ വാക്യത്തിലൂടെ എനിക്ക് മനസ്സിലായത് ദൈവം എന്റെ ജീവിതത്തെ കുറിച്ച് ഒരു പ്ലാനും പദ്ധതിയും ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. वो ईयर 2000 ईयर था, 5 अप्रैल इन ईयर 2000. ഏപ്രിൽ മാസം 5-ാം തീയതി 2000-ലാണ് ഈ കാര്യം സംഭവിച്ചത്. और मैं उस वक्त में जब मैं दिल्ली से आया तो यहाँ अपने स्थानीय कलीसिया में, यहाँ मोतीपुर जो कलीसिया में जो उस समय 4-5 लोग थे, मैंने बताया कि प्रभु ने मुझे अपना सेवा के लिए बुलाया है. ये वचन से प्रभु बातचीत किया है. ഞാൻ ദില്ലിയിൽ നിന്ന് മടങ്ങി മോത്തിപ്പൂർ വന്നപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞാൻ അന്ന് ഉൾപ്പെടുത്തുന്ന എന്റെ മോത്തിപ്പൂരിലെ സഭ വിശ്വാസികളെ അറിയിച്ചു. എന്നെ ഇതുപോലെ ദൈവവചനത്തിലൂടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ വിളിക്കുന്നു എന്ന് ഞാൻ അവിടെ പറഞ്ഞു. तब जो रामदास अंकल है और भी जेबी के साइमन, ये लोग काफी खुशी हुआ कि सचमुच प्रभु ने आपको अपने सेवा के लिए यहाँ मोतीपुर के स्थानीय कलीसिया में प्रभु ने आपको सेवा के लिए बुलाया है. ആ സമയത്ത് ഈ കാര്യങ്ങൾ കേട്ട രാമദാസ് സംഘവും അതുപോലെ ജെബി കെ സൈമൺ എന്ന് പറയുന്ന അവിടുത്തെ സുവിശേഷകരൊക്കെ വളരെ സന്തുഷ്ടരായിരുന്നു ഈ കാര്യം. और मैं सेवा करते रहा, साथ साथ यहाँ पार्ट टाइम अपने काम भी करते रहे.
ആ സമയത്ത് ഞാൻ സുവിശേഷ വേല ചെയ്യുകയും അതോടൊപ്പം ചെറിയ ജോലിയിൽ ഏർപ്പെട്ടിരുന്നു. और 2000 ईयर अप्रैल से प्रभु का सेवा में मैं आया, तो काफी फील्ड में या अपने समाज में भी जब लोगों से कुछ आकर के बात करते थे, लोग मुझसे कई सवाल करते थे, लेकिन मैं कुछ लोगों से बोल नहीं पा रहा था. 2000 കർത്താവിനെ വേലയ്ക്ക് വിളിച്ചതിന് ശേഷം ഞാൻ സുവിശേഷ വേലയിൽ വ്യാപൃതനായി. ആ സമയത്ത് ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ നാട്ടുകാരിൽ നിന്നും ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. എനിക്ക് കൃത്യമായ മറുപടി ഒന്നും കൊടുക്കാൻ സാധിച്ചു. तो मैं सोच रहा था कि कैसे प्रभु के वचन को सीखे. അപ്പോൾ ഞാൻ ചിന്തിച്ചു ഈ നിലയിൽ മറുപടിയൊക്കെ കൊടുത്ത് എങ്ങനെ പഠിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കും. क्योंकि लोगों को सही जवाब नहीं दे पा रहे, इसलिए मैं काफी चिंतित रहते थे. കാരണം ആൾക്കാർ ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്ക് കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ വളരെ വിഷമിച്ചു. तब प्रभु ने जब मैं जेबी के साइमन है जो यहाँ टीचर के रूप में थे मोतीपुर स्कूल में, उनसे मैंने बातचीत किया. ആ സമയത്ത് ജെബി കെ സൈമൺ എന്ന് പറയുന്ന സുവിശേഷകൻ ഈ മോത്തിപ്പൂരിലെ സ്കൂളിലെ അധ്യാപക സേവനം കൂടെ ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യം പങ്കുവച്ചു. तब ब्रदर ने बताया कि मेरे घर के पास में कुमनाड जो मेरा घर है, वहां से 18 किलोमीटर दूरी पर एक बाइबल कॉलेज है, लेकिन वो इंग्लिश मीडियम है. क्या आप वहां जाएंगे? मैं बोला कि ब्रदर मैं सीखने के लिए चाहता हूं और मैं जरूर वहां जाऊंगा. ആ സമയത്ത് ജെബി കെ സൈമൺ പറഞ്ഞു, എന്റെ നാട് കുമ്പനാടാണ്. അവിടുന്ന് വളരെ അടുത്ത് പത്തനംതിട്ടയിൽ ഒരു ബൈബിൾ സ്കൂളുണ്ട്, ഇംഗ്ലീഷ് മീഡിയം ബൈബിൾ സ്കൂളാണ്, അവിടെ പോയി പഠിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. और वो नाइट में हम लोग लगभग रात में बैठ करके बात कर रहे थे. രാത്രിയിൽ ഞങ്ങൾ ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയായിരുന്നു. उसके बाद में रामदास अंकल से बात हुआ, उसके बाद में फिर एक पीजे जॉन अंकल थे, उनसे बातचीत हुआ. उसी रात में वो लोग डॉक्टर ओएम सैमुअल सर से बातचीत किया. രാത്രി തന്നെ ഈ കാര്യങ്ങളെല്ലാം രാംദാസുകളുമായിട്ട് സംസാരിച്ചു. അതിനുശേഷം അന്ന് രാത്രി തന്നെ പത്തനംതിട്ട ബൈബിൾ സ്കൂളിലെ പ്രിൻസിപ്പലായ OM സൈമൺ സാറുമായിട്ട് ഈ കാര്യം സംസാരിച്ചു. और वो भी मैं 10th क्लास पास किया था. ആ സമയത്ത് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് ആ നിലയിൽ വിദ്യാഭ്യാസമായിരുന്നു ഉണ്ടായിരുന്നത്. फिर भी OM सैमुअल सर बोले कि ठीक है कोई बात नहीं, आने दो. എങ്കിലും എന്നോട് പറഞ്ഞു കുഴപ്പമില്ല, വന്നോട്ടെ എന്ന് പറഞ്ഞു എന്നെ ക്ഷണിച്ചു. तो मैं जल्दी वहां चला क्योंकि क्लास वहां स्टार्ट हो गया था. ആ സമയത്ത് അവിടെ സ്കൂൾ കോളേജ് കോഴ്സ് ആരംഭിച്ചു. वो सन 2001 था. അത് 2001 ആയിരുന്നു. और जब मैं वहां गया तो मुझे अगर वहां के अनुभव कहें तो मुझे अल्फाबेट से मुझे वहां पर पढ़ाई को स्टार्ट करना पड़ा है. അവിടെ ചെന്നതിന് ശേഷം ബൈബിൾ സ്കൂൾ വന്നതിന് ശേഷം എനിക്ക് ആൽഫബറ്റ് മുതൽ ഇംഗ്ലീഷ് പഠിക്കേണ്ടതായിട്ട് വന്നു. मैं आपसे सच बोलूं कि झूठ बोले मुझे समझ में, लेकिन सच तो ये है कि जब केसी सर ने जब पहली बार इंटरव्यू लिया, पहली बार OM सैमुअल सर लिया, उन्होंने 3 महीना का मुझे टाइम दिया कि 3 महीना में अगर इंग्लिश नहीं सीखा, नहीं बोला तो हम वापस कर देंगे. എന്നെ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് OM സൈമൺ സാറും KC സാറൊക്കെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവര് പറഞ്ഞത് 3 മാസത്തെ സമയം നിനക്ക് തരുന്നു, ഈ 3 മാസം കൊണ്ട് ഇംഗ്ലീഷ് മനസ്സിലാക്കാനും സംസാരിക്കാനും നിനക്ക് കഴിഞ്ഞില്ല എങ്കിൽ നീ മടങ്ങി പോകേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. और हमारा KC जॉनसन जब अल्फाबेट लिखने के लिए बोला तो मैं कैपिटल तो ABCD लिखा, लेकिन ये स्मॉल में लिख नहीं पाया. KC ജോൺസ് സാർ അക്ഷരം ആൽഫബറ്റ് ഇംഗ്ലീഷ് ആൽഫബറ്റ് എഴുതാൻ പറഞ്ഞപ്പോൾ ക്യാപിറ്റലാണ് എഴുതാൻ പറഞ്ഞതെങ്കിലും ഞാൻ ചെറിയ അക്ഷരത്തിലൊക്കെ എഴുതി അത് കൊടുത്തു. तो मेरा इस प्रकार का वहाँ हमारी जो समस्या था, भाषा की प्रॉब्लम था, लेकिन मेरे मन में था कि प्रभु के वचन को सीखूंगा. അങ്ങനെയുള്ള ഭാഷയുടെ പരിമിതികളും പ്രയാസങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും ദൈവവചനം പഠിക്കണമെന്നുള്ള ശക്തമായ ചിന്ത എന്നെ ഭരിച്ചു. और मैं प्रार्थना करते गया और बाइबिल और इंग्लिश बाइबिल दोनों पढ़ते रहे, प्रार्थना करते रहे और प्रभु और പ്രാർത്ഥനയോടുകൂടെ ഇംഗ്ലീഷും ഹിന്ദി ബൈബിളൊക്കെ മാറി മാറി വായിച്ച് അങ്ങനെ പഠിച്ച് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു. और हमारे जो सीनियर लोग थे वो लोगों का काफी सपोर्ट मिला, प्रार्थना मिला, टीचर लोगों का काफी मुझे सपोर्ट मिला, प्रोत्साहन मिला, और मैं इस प्रकार से
1 साल मेरा पढ़ाई वहां पूरा हुआ। അവിടെ എനിക്ക് മുതിർന്ന വിദ്യാർത്ഥികളുടെ സഹകരണത്തോടും പ്രോത്സാഹനത്തോടും അധ്യാപകരുടെ പ്രോത്സാഹനത്തോടും എനിക്ക് അവിടെ 1 വർഷം പഠനം തുടരാൻ സാധിച്ചു. सच बोले मैं पहले साल में पूरे सब्जेक्ट में फेल रहा। സത്യം പറഞ്ഞാൽ ആദ്യത്തെ വർഷത്തെ മുഴുവൻ വിഷയങ്ങളും ഞാൻ തോറ്റുപോയി. सेकेंड ईयर आया, कुछ विषय में मैंने पास मार्क लाया। രണ്ടാം വർഷം വന്നപ്പോൾ കുറച്ച് വിഷയങ്ങളിൽ എനിക്ക് പാസ് മാർക്ക് കിട്ടി, എങ്കിലും ബാക്കിയൊക്കെ തോറ്റു. और इस प्रकार से जब थर्ड ईयर आया तो उसमें भी लगभग 50% मैंने पास मार्क लाया सभी विषय में। മൂന്നാമത്തെ വർഷത്തേക്ക് വന്നപ്പോൾ ഞാൻ ഏതാണ്ട് 50% എനിക്ക് പാസ്സാകാൻ ദൈവം സഹായിച്ചു. लेकिन अंत तक मेरा हिम्मत प्रभु का वचन से रहा कि प्रभु के वचन को मैं सीखूंगा, और सीखा। भाषा में दिक्कत था, फिर भी प्रभु ने मुझे सिखा रहा था। എനിക്ക് അവസാനം വരെയും കർത്താവിന്റെ വചനം എങ്ങനെയും പഠിച്ചെടുക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് ഭാഷയുടെ പരിമിതിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറെ കാര്യം എനിക്ക് പഠിക്കാൻ അവിടെ സാധിച്ചു. और वहाँ मैं बहुत ही कठिनाई के साथ और प्रभु के अनुग्रह के कारण मैं वहाँ 3 साल अपने पढ़ाई को पूरा किया BBI ब्रदर बाइबल इंस्टीट्यूट पतनमतिट्टा में। അവിടെ അല്പം അല്ലാത്ത പ്രയാസങ്ങളിലൂടെയൊക്കെ ആണെങ്കിൽ പോലും 3 വർഷത്തെ കോഴ്സ് എനിക്ക് BBA പൂർത്തിയാക്കാൻ ഇടയായി. बोलचाल से लेकर के लिखने में, पढ़ने में प्रभु ने बहुत हमें मदद किया। എഴുതാനും വായിക്കാനും പറയാനും സഹായിച്ചു. क्योंकि मुझे याद है जब मैं मैट्रिक क्लास में, जब 10th क्लास में जब मेरा बोर्ड का एग्जाम था, उस वक्त में इंग्लिश मुझे आता नहीं था। तब मैंने क्वेश्चन जो मिला था वो सभी आंसर शीट पर मैंने लिख दिया, उतार दिया, कॉपी कर दिया। ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇംഗ്ലീഷിലുള്ള ഒരു വിഷയം എനിക്ക് അറിയില്ലായിരുന്നു. കിട്ടിയ ക്വസ്റ്റ്യൻ അതുപോലെ ഞാൻ ആൻസർ പേപ്പറിൽ എഴുതി വെച്ചാണ് അതിന് പരീക്ഷ എഴുതി. और जब रिजल्ट आया था, जब रिजल्ट के लेने के लिए मैं गया, बाद में जो मार्कशीट पर देखा था तो मैंने सोचा कि सब विषय तो लिखा है लेकिन इंग्लिश तो लिखे नहीं, उसमें कितना मार्क होगा मालूम नहीं। ഞാൻ പരീക്ഷ കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോൾ എനിക്കത് ഇംഗ്ലീഷിന്റെ വിഷയത്തിൽ എനിക്ക് 1 മാർക്കും കിട്ടാൻ കഴിയില്ല, കാരണം ഞാൻ ചോദ്യം മാത്രമേ എഴുതി വെച്ചോളൂ. क्योंकि उस समय 25% पास मार्क चाहिए था। അന്ന് പാസ്സാകണമെങ്കിൽ 25 മാർക്കെങ്കിലും വേണമായിരുന്നു. लेकिन जब मैं इंग्लिश का जब मैंने चेक किया, अपने मार्कशीट पर देखा तो 40 मार्क्स मुझे मिला था। എന്നാൽ ഇംഗ്ലീഷിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് 40 മാർക്ക് കിട്ടി. तो ऐसा मैंने लिखा नहीं लेकिन 40 मार्क्स मिल गया। ഞാൻ ഒന്നും എഴുതിയില്ല എങ്കിൽ പോലും എനിക്ക് 40 മാർക്ക് കിട്ടാനിടയായി. लेकिन मैं परमेश्वर का धन्यवाद देता हूं कि BBI में जाकर के प्रभु ने वचन को मुझे सिखाया। എന്നാൽ കർത്താവിനെ നന്ദി പറയുന്നു. പത്തനംതിട്ട ബൈബിൾ സ്കൂളിൽ പോയി എനിക്ക് ഭാഷ പഠിക്കാനും വചനം പഠിക്കാനും ഇടയായി. और उसके बाद में प्रभु ने वहां से आने के बाद में मैं जब भी केरल में या अन्य स्टेट में गया हूं, इंग्लिश में मैंने भाषण देना शुरू किया। അതിനുശേഷം ഞാൻ പലയിടങ്ങളില് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോകുമ്പോൾ ഇംഗ്ലീഷിൽ എനിക്ക് വചനം ശുശ്രൂഷിക്കാനുള്ള പ്രാപ്തി ദൈവം തന്നു. 2017 में भी जब गल्फ कंट्री में गया, और खास करके जब पहली बार मजलिस असेंबली में गया था, वहां भी अपने टेस्टमनी इंग्लिश और अपना संदेश इंग्लिश में ही दिया था। 2017 ഞാൻ വിദേശത്ത് മജ്ലിസ് അസംബ്ലിയിൽ ചെന്നപ്പോൾ അവിടെയും ഇംഗ്ലീഷിലാണ് എന്റെ സാക്ഷ്യവും വചനവും ഞാൻ പങ്കുവച്ചത്. मैं बुराई की बात नहीं, लेकिन ये मेरे गवाही है क्योंकि प्रभु ने बड़ी अद्भुत तरीका से अपना वचन को सीखने के लिए मुझे सहायता किया। ഇതൊരു പ്രശംസയുടെ വാക്കല്ല, മറിച്ച് കർത്താവ് എന്നെ അത്ഭുതകരമായിട്ട് എന്നെ സഹായിച്ച ഒരു സാക്ഷ്യം പങ്കുവച്ചെന്ന് മാത്രം. और आज प्रभु मुझे कई तरह से वचन को सिखाने में बिहार के अलग अलग जगह में और स्टेट में भी प्रभु इस्तेमाल करते हैं जाने में। ഇന്നും എനിക്ക് ഈ ബീഹാറിലെ പല സ്ഥലങ്ങളിൽ കർത്താവിന്റെ വചനവുമായിട്ട് നിൽക്കുവാൻ എന്നെ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. जब मैं वापस आया वहाँ केरल से, जब अपने पढ़ाई को पूरा करके बिहार में फिर कंटिन्यू अपने सेवा में लग गया। ബൈബിൾ സ്കൂളിലെ പഠനം കഴിഞ്ഞ് ഞാൻ മടങ്ങി നാട്ടിൽ വന്നതിന് ശേഷം തുടർച്ചയായിട്ട് കർത്താവിന്റെ വേലയിലേക്ക് മുമ്പോട്ട് പോകാനിടയായി. और 21 जनवरी 2005
हमारा असेंबली हमें कमेंडेशन किया। 2005 എന്റെ സഭ എനിക്ക് കമന്റേഷൻ തന്നു. उस वक्त से मोतीपुर का सराउंडिंग एरिया में 25 किलोमीटर अंदर में अलग अलग जगह में जाकर के प्रभु का सेवा वचन को सुनाने के लिए काम किया। ആ കാലം മുതൽ മോത്തിപ്പൂരിന്റെ 25 കിലോമീറ്റർ പരിസരത്തുള്ള സുവിശേഷം പങ്കുവച്ചു വരുന്നു. और प्रभु ने हमें 2006 में हमें एक अच्छी लड़की दिया जो एड़त्वा ब्रदरन असेंबली से मिला। അതിനുശേഷം എനിക്ക് എടത്വ അസംബ്ലിയിൽ നിന്ന് ഒരു യുവതിയെ, മനോഹരമായ യുവതിയെ ദൈവം തന്നു. और प्रभु का अनुग्रह से हमें 3 बच्चे मिले, 2 बेटी और 1 बेटा। ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് 3 മക്കളെ ദൈവം ദാനമായിട്ട് തന്നു, ഒരു മകനും 2 മകളും. मेरे परिवार के विषय में बोले तो हमारे बड़ी बेटी जो +2 करके अभी प्रभु की इच्छा है तो वो BBA एविएशन करने के लिए बेंगलुरु में जाएगी। എന്റെ മൂത്ത മകൾ +2 പഠനം കഴിഞ്ഞ് ദൈവഹിതമാണെങ്കിൽ ഒരു BBAക്ക് വേണ്ടി ബാംഗ്ലൂരിൽ പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. और सेकंड बेटा हमारा वो अभी 10th क्लास में है। രണ്ടാമത്തെ മകനാണ്, അവൻ ഇപ്പോൾ 10ാം ക്ലാസ്സിലാകുന്നു. और थर्ड जो बेटी है, डॉटर है, वो 9th क्लास में है। മൂന്നാമത്തെ മകളാണ്, അവൾ ഇപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. प्रिय भाइयों, जब मैं केरल से जब इधर वापस बिहार की ओर आया, ഞാൻ കേരളത്തിൽ നിന്ന് ബീഹാറിലേക്ക് മടങ്ങി വന്നപ്പോൾ उस वक्त मेरे परिवार के लोगों ने विश्वास नहीं किया। ആ സമയത്ത് എന്റെ കുടുംബത്തിൽ ആരും തന്നെ വിശ്വാസത്തിൽ ഉണ്ടായിരുന്നില്ല. लेकिन प्रार्थना करते हुए मैंने आया कि प्रभु अगर आपका इच्छा है तो अपने घर के लोगों को, अपने समाज के लोगों को आपका संदेश को मैं सुनाऊं। ഞാൻ ബൈബിൾ സ്കൂളിൽ നിന്ന് പ്രാർത്ഥനയോടുകൂടിയാണ് വന്നത്. ദൈവഹിതമാണെങ്കിൽ ഞാൻ ആദ്യം എന്റെ കുടുംബാംഗങ്ങളോട് ഈ സുവിശേഷം പങ്കുവയ്ക്കുമെന്നുള്ളത്. जब मैं अपने पिताजी, अपने माँ को जब सुनाया, अपने भाइयों को बताया, तो मेरे पिताजी, माँ और भाई लोग एक्सेप्ट 2 बहन सब लोगों ने विश्वास किया। ഞാൻ മടങ്ങി വന്നതിന് ശേഷം എന്റെ മാതാപിതാക്കളോടും സഹോദരി സഹോദരങ്ങളോടെല്ലാം സുവിശേഷം പറഞ്ഞു. 2 സഹോദരിമാർ ഒഴികെ ബാക്കി എല്ലാവരും കർത്താവിനെ സ്വീകരിക്കാനിടയായിട്ടുണ്ട്. उसके बाद में गांव समाज के अपने रिश्तेदार में भी लोगों को संदेश सुनाया। वो लोग, कुछ लोग अगेंस्ट हुआ, लेकिन कुछ लोग सपोर्ट भी किया। അതിനുശേഷം ഞാൻ എന്റെ ഗ്രാമവാസികളോട് സുവിശേഷം പങ്കുവച്ചു. കുറച്ചുപേരൊക്കെ എന്നെ പ്രാരംഭത്തിൽ എതിർത്തുവെങ്കിലും കുറച്ചുപേർ എന്നെ സപ്പോർട്ട് ചെയ്തു. और मैं सेवकाई में जब आया BBI से, उसके बाद में एक फैमिली हमारे गांव से विश्वास में आया। ബൈബിൾ സ്കൂളിൽ പഠനത്തിന് ശേഷം ഞാൻ നടത്തിയ സുവിശേഷ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് എന്റെ ഗ്രാമത്തിൽ നിന്ന് ഒരു കുടുംബം മുമ്പോട്ട് വിശ്വാസത്തിലേക്ക് വന്നു. और उस समय मेरा सेवकाई का मुझे लगा कि ये प्रभु का ये ओर से प्रतिफल है। उन्होंने मुझे बताया कि मैंने सेवा के लिए तुझे बुलाया इसलिए। അത് എന്നെ കർത്താവിന്റെ വേലയിൽ കൂടുതൽ ഉത്സാഹിപ്പിച്ചു. കർത്താവിനെ പൂർണ്ണമായിട്ട് വേലയ്ക്ക് വിളിച്ചു എന്ന് എനിക്ക് കുറച്ചുകൂടെ ബോധ്യപ്പെടാൻ ആ കുടുംബത്തിന്റെ രക്ഷ ഒരു കാരണമായിരുന്നു. और आज प्रभु के अनुग्रह से हमारे गांव में लगभग 5 फैमिली विश्वास में है। ഇന്ന് ആ ഗ്രാമത്തിൽ നിന്ന് 5 കുടുംബങ്ങൾ വിശ്വാസത്തിലുണ്ട്. और आज कहे तो अगर हमारे जो असेंबली में लगभग प्रति संडे नियर अबाउट 100 विश्वासी लोग, बच्चे मिलकर के इकट्ठा होते हैं। ഇന്ന് ഞങ്ങളുടെ അസംബ്ലിയിലെ ഞായറാഴ്ച ദിവസം കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 100 അധികം പേര് കൂടി വരുവാനുണ്ട്. और 40 से 45 लगभग लॉर्ड्स टेबल में भाग लेने वाले विश्वासी लोग हैं। അതിൽ 40-45 പേര് കർത്തൃമേശയിൽ പങ്കെടുക്കുന്നവരാണ്. मोतीपुर से 25 किलोमीटर साउथ है, नॉर्थ, 2 जगह से 5-5 फैमिली दूरी है, वहां से वो लोग आ रहे हैं। और प्रभु की इच्छा है तो ये दोनों जगह में कलीसिया शुरू जल्द होंगे, क्योंकि कुछ विश्वासी लोग लेबर का काम में है बाहर में, इसलिए वहां कलीसिया शुरू नहीं हो पा रहा है जल्दी। മോത്തിപ്പൂരിൽ നിന്ന് 25 കിലോമീറ്റർ അകലെ നിന്നുള്ള 2 ഗ്രാമത്തിൽ നിന്ന് 5 കുടുംബങ്ങളിൽ നിന്നുള്ള സഹോദരിമാര് ഇവിടെ ഞങ്ങളുടെ മധ്യത്തിൽ വരുന്നുണ്ട്. ദൈവമാണെങ്കിൽ അവിടെയും 2 സഭകൾ ഉണ്ടാകുന്നതായിട്ടുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥന. लेकिन काफी वहां से वो लोग आ रहे हैं। അവിടെ നിന്നാണ്, ദൂരെ നിന്നാണ് അവരെല്ലാവരും കടന്നു വരുന്നത്.
और प्रभु का अनुग्रह है। इस अभी हमारा पर्सनल इवांजलिज्म, कभी कभी टीम वर्क हम करते हैं, चिल्ड्रन क्लब चलाते हैं, और इसमें भी प्रभु बड़ी अनुग्रह दे रहा है। ഇവിടെ വ്യക്തിപരമായ സുവിശേഷ പ്രവർത്തനവും ടീം പ്രവർത്തനങ്ങളും കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് ഞങ്ങൾ പോകും. और यहाँ तक कि मैंने कई जगह में, अलग अलग जगह में गोस्पेल कन्वेंशन रखा, और उसके थ्रू भी कई लोग इंटरेस्टेड हुआ और कलीसिया में आया। ഞാൻ പലയിടങ്ങളിലും സുവിശേഷ യോഗങ്ങൾ സംഘടിപ്പിച്ചു, സുവിശേഷം കേൾപ്പിക്കുകയും അതിന്റെ ഫലമായിട്ടും ചിലര് വിശ്വാസത്തിലേക്ക് വന്ന് മുമ്പോട്ട് വരുന്നു. हमारा गोस्पेल कन्वेंशन बोलने से केरल के जैसे नहीं, केरल में तो मैंने देखा है गोस्पेल कन्वेंशन बोलने से सब विश्वासी आते हैं, लेकिन यहाँ टोटल अविश्वासी आते हैं। ഞങ്ങളുടെ സുവിശേഷ യോഗം എന്ന് പറഞ്ഞാൽ കേരളത്തെ പോലെയല്ല. കേരളത്തിലെ 90% വിശ്വാസികളാണ് സുവിശേഷ യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. എന്നാൽ ഇവിടെ നടത്തപ്പെടുന്ന സുവിശേഷ യോഗങ്ങളിൽ മുഴുവനും അവിശ്വാസികളാണ് പങ്കെടുക്കുന്നത്. और प्रभु का अनुग्रह हुआ, प्लानिंग इस प्रकार का सेवा का प्लानिंग है कि 3 अलग अलग क्षेत्र में, यहाँ से 20 किलोमीटर दूरी पर गोस्पेल कन्वेंशन रखने का प्रोग्राम है। आप लोग इस विषय को प्रार्थना में याद रखेंगे। വരുന്ന ദിവസങ്ങളിൽ ഇവിടെ നിന്ന് 20 കിലോമീറ്റർ അകലെയുള്ള 3 സ്ഥലങ്ങളിലായിട്ട് സുവിശേഷ യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയത്തെ ഓർമ്മകളും പ്രാർത്ഥിക്കണം. और साथ साथ हम एक जगह से एक जगह पर लगभग 5-6 साल 7 इयर्स से कंटिन्यू चिल्ड्रन क्लब चलाते हैं। वहां से भी काफी बच्चे लोग बहुत इंटरेस्टेड हुआ। अभी वो लोग बड़े हो गए और काफी इंटरेस्टेड हुआ आने के लिए वो लोग कलीसिया में, और कुछ लोग आते भी है। മറ്റ് 1-2 സ്ഥലങ്ങളിൽ കഴിഞ്ഞ 7 വർഷമായിട്ട് ചിൽഡ്രൻസ് ക്ലബ്ബുകൾ നടക്കുന്നു. ആ ക്ലബിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം പഠിച്ച് വളരെ വലിയ മുതിർന്ന കുഞ്ഞുങ്ങളായി അവരും ഈ നിലയിൽ മുമ്പോട്ട് വരാൻ വളരെ ഉത്സാഹത്തോടെ നിൽക്കുകയാണ്. और इसी प्रकार से प्रत्येक साल अलग अलग जगह में, गांव में बीबीएस कर रहे हैं। और हमारे घर जो मैंने अभी तीसरा साल हो रहा है, यहाँ भी मैंने बीबीएस शुरू किया। पहले साल में लगभग 35 बच्चे लोग आया था। सेकेंड ईयर में 60 से 70 बच्चे के आसपास में था। लेकिन इस साल में प्रभु का अनुग्रह हुआ है तो 110 बच्चा लोग इकट्ठा हुआ है बीबीएस के लिए हमारे घर में। എന്റെ ഗ്രാമത്തിൽ എന്റെ സ്വന്തം വീട്ടിലെ കഴിഞ്ഞ 3 വർഷമായിട്ട് BBS നടന്നു. ആദ്യം കുറച്ച് 25 പേരായിരുന്നു, പിന്നെ അത് 60 പേരായി. ഇപ്രാവശ്യം 110 പേര് ഞങ്ങളുടെ വീട്ടിലെ BBS പങ്കെടുത്തു. और हमारे गांव के बच्चे लोग ने काफी इंटरेस्ट दिखाया, और वो लोगों ने बोला अंकल और भी कीजिए ना। तो तब मेरे मन में आया कि क्यों ना इधर चिल्ड्रन क्लब या संडे स्कूल जिसको बोलते हैं हम शुरू करें। BBS പങ്കെടുത്ത കുഞ്ഞുങ്ങൾക്കെല്ലാം വളരെ സന്തോഷമായിരുന്നു. അവരെല്ലാവരും ചോദിച്ചു, നമ്മൾ എന്തുകൊണ്ട് ഇത് നിർത്തുന്നു, കണ്ടിന്യൂ ചെയ്തൂടെ? അങ്ങനെ ചോദിച്ചതിന്റെ ഫലമായിട്ട് വീണ്ടും ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു ചിൽഡ്രൻസ് ക്ലബ്ബ് ആരംഭിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. और पिछले ये वेडनेसडे से प्रभु का अनुग्रह हुआ तो चिल्ड्रन क्लब में अपने घर में शुरू किया है। കഴിഞ്ഞ ബുധനാഴ്ച മുതൽ ദൈവകൃപയാൽ ചിൽഡ്രൻസ് ക്ലബ്ബ് ആരംഭിച്ചു. और अभी 11 बच्चे यहाँ पर आए थे। 11 चिल्ड्रन। 11 കുഞ്ഞുങ്ങൾ അതിൽ പങ്കെടുത്തു. आप लोग प्रार्थना करें कि प्रभु हमारे गांव समाज में प्रभु का अनुग्रह हो। ഞങ്ങളുടെ നാട്ടില് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഉണ്ടാകേണ്ടതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ. सेवकाई का कठिनाइयां भी काफी है। കർത്താവിന്റെ വേലയില് അല്പമല്ലാത്ത തടസ്സങ്ങളും പ്രതികൂലങ്ങളൊക്കെ ഉണ്ട്. सेवकाई करना पहले के जैसा अभी नहीं है, अभी बहुत ही कठिन है। മുമ്പത്തെ പോലെ അത്ര എളുപ്പമല്ല ഈ ദിവസങ്ങളിൽ നമ്മുടെ സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്നുള്ളത്. क्योंकि सेवकाई के लिए जाते हैं तो पता नहीं होता है कि कैसे लौटेंगे, कब लौटेंगे। കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെ എപ്പോൾ തിരിച്ചു വരും എന്നുള്ളതിനെ കുറിച്ച് കഴിയാത്ത ഒരു സാഹചര്യമാണ്. क्योंकि काफी लोग आजकल मीडिया के, मोबाइल मीडिया के द्वारा काफी लोग जो है कि बहुत अलग अलग सवाल जवाब और विरोध प्रकट करते हैं। ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അനേകർ
പല തെറ്റിദ്ധാരണകൾ ഉണ്ടാകുകയും പലതരത്തിലുള്ള സംശയവും ചോദ്യങ്ങളുമായിട്ട് അവർ മുമ്പോട്ട് വരികയാണ്. कई बार अपने क्षेत्र में टीम वर्क किया और कई बार एस्केप हो गया, मैंने प्रभु ने बचाया. लोगों ने इतने मैं एक्सप्लेन नहीं कर सकता हूं कि लोग गला तक पकड़ लिया. പല പ്രാവശ്യം ടീം പ്രവർത്തനം നടക്കുമ്പോൾ ഞങ്ങൾ അവിടുന്ന് ഓടി രക്ഷപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്രമാത്രം ഉപദ്രവങ്ങൾ ഞങ്ങളെല്ലാം കഴുത്തിനൊക്കെ പിടിച്ച് ഞങ്ങളെ പീഡിപ്പിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. എങ്കിലും ദൈവം ഞങ്ങളെ അവിടുന്ന് പിടിച്ചു. लेकिन प्रभु जो है अपना अनुग्रह से हमें बचाते हैं और सेवा में इस्तेमाल करते हैं. എങ്കിലും കർത്താവ് ഞങ്ങളെ തന്റെ കൃപയാൽ വിടുവിക്കുന്നു, തന്റെ വേലയിൽ ഉപയോഗിക്കുന്നു. आप लोग लगातार यहाँ के मोतीपुर के सेवकाई के लिए याद करेंगे, जो प्रतिदिन इधर बाइबल क्लास, प्रार्थना, चिल्ड्रन क्लब, ये सब होते हैं. इन सब के लिए प्रार्थना में याद करेंगे. ഇവിടെ മോത്തിപ്പൂരിലുള്ള എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. और साथ साथ हम आप लोग प्रार्थना करेंगे कि जो 3 जगह में इसी साल में 3 जगह में गोस्पल सुसमाचार का सभा अलग अलग जगह में रखना है, उसके लिए भी प्रार्थना करेंगे. പ്രത്യേകിച്ച് ഈ വർഷം 3 സ്ഥലങ്ങളിലായിട്ട് സുവിശേഷ യോഗങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. और 2 जगह में जो चिल्ड्रन मिनिस्ट्री है, क्लब है, वो शुरू हुआ है और अभी अपने घर में किए, इसके लिए भी प्रार्थना करेंगे. 2 സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചിൽഡ്രൻസ് ക്ലബിനെയും ഇപ്രാവശ്യം ഞങ്ങളുടെ വീട്ടിൽ ആരംഭിച്ച ചിൽഡ്രൻസ് ക്ലബിനെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ. और हर 3 महीना पर टीम वर्क रखते हैं. 2 महीना पर सोचा, लेकिन प्रैक्टिकली संभव नहीं है. टीम वर्क देखते ताकि जहां जहां सुसमाचार नहीं गया, अभी भी काफी एरिया है, क्योंकि पहले रोड नहीं था, अभी रोड बन गया है, तब वहां आसान से हम पहुंच सकते हैं. ऐसे ऐसे जगह पर सुसमाचार को लेकर के 4 आदमी 3 आदमी करके लेकर के जाते हैं. आप लोग उस सेवकाई के लिए भी प्रार्थना में याद करेंगे. 3 മാസം കൂടുമ്പോഴൊക്കെ ഞങ്ങൾ ടീം പ്രവർത്തനം ചെയ്യാറുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും സുവിശേഷം എത്തേണ്ടതായിട്ടുണ്ട്. മുമ്പ് കാലങ്ങളിൽ വഴി സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വഴിയൊക്കെ വെട്ടി അവിടെ പോകാൻ സാധിക്കുന്നുണ്ട്. അവിടെയൊക്കെ പോയി സുവിശേഷം അറിയിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. ഞങ്ങൾ പ്രത്യേക പ്രാർത്ഥന ഓർക്കണം. खास करके मेरे फैमिली के लिए प्रार्थना करेंगे. കുടുംബത്തെ ഓർത്ത് വിശേഷം പ്രാർത്ഥിക്കുക. मेरे मम्मी हैं, वो भी बुजुर्ग अवस्था में है, उसके लिए सब लोग विश्वास में है. और हमारे 2 छोटा भाई है, उसके परिवार है, एक बहन है जो विडो है, उसका एक बच्चा है. ये सब लोग विश्वास में है और सभी लोग हम लोग यहाँ से मोतीपुर अपने कलीसिया में सब लोग सहभागी होते हैं. എന്റെ മാതാവ് വാർദ്ധക്യത്തിലാണെങ്കിലും ഞങ്ങളുടെ പ്രാർത്ഥന ഓർമ്മ വിശ്വാസിയാണ്. എന്റെ 2 ഇളയ സഹോദരന്മാർ കുടുംബമായിട്ട് വിശ്വാസത്തിലാണ്. എന്റെ ഒരു സഹോദരി വിധവയാണ്, ഒരു കുഞ്ഞുണ്ട്, അവളും വിശ്വാസത്തിലാണ്. ഞങ്ങളെ കുടുംബമായിട്ട് പ്രാർത്ഥന. और खास करके प्रार्थना करेंगे हमारे बेटी शारोन के लिए, जो प्रभु के तो अगले महीने वो बेंगलुरु पढ़ाई के लिए जाएगी. പ്രത്യേകം ഞങ്ങളുടെ മൂത്ത മകൾ ഷാരോനെ ഓർത്ത് പ്രാർത്ഥിക്കാൻ. ദൈവമായ അടുത്ത മാസം ബാംഗ്ലൂർ ജോലി പഠനത്തിന് വേണ്ടി പോകുകയാണ്. वो BBA एविएशन के लिए जा रही. एडमिशन तो हम लोग करा दिए, लेकिन उसके लिए उसके बाद में उसके अलावा उसका फी और हॉस्टल फी, अभी ये सभी काफी अभी एक्सपेंस है, लेकिन हम प्रभु के हाथ में सौंपे हैं. आप लोग प्रार्थना करेंगे कि प्रभु इसके हर एक जरूरत को पूरा करे. ദൈവം ആ മകളുടെ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റേണ്ടതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അഡ്മിഷൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഹോസ്റ്റൽ ഫീയും അഡ്മിഷൻ ഫീ ഒക്കെ അവിടെ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ പ്രത്യേക विषयത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. साथ साथ हमारे बेटा शालोम के लिए जो उसका ट्रीटमेंट CMC से चल रहा है, उसका ब्रेन में उसका कुछ प्रॉब्लम था, उसके लेकर के अभी 2 साल से ट्रीटमेंट चल रहा है. अभी इस साल के अंत तक चलेगा, उसके लिए भी प्रार्थना करते रहेंगे. ഞാൻ രണ്ടാമത്തെ മകൻ ഷാലുവിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. പാട്ടുപാടി മകനാണ്. അവന് കഴിഞ്ഞ 2 വർഷമായിട്ട് CMC വെല്ലൂരിൽ ഒരു ട്രീറ്റ്മെന്റിലാണ്. അവന്റെ ബ്രെയിനിൽ ഒരു പ്രയാസം ഉണ്ടായി. അതിന്റെ ട്രീറ്റ്മെന്റിലാണ്. ഈ ഒരു വർഷം കൂടെ ആ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവന് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. और सेरिन छोटी बेटी है, 9th में है. ये लोग काफी स्पिरिचुअली प्रभु में काफी उत्साहित रहता है, गीत गाने में, वचन सुनाने में, सेवा में काफी ये लोग उत्साहित है. और भी प्रार्थना करें कि ये लोग प्रभु के सेवा में और भी उत्साहित हो सके. ഇളയ മകൾ ഷെറിൻ 9ാം ക്ലാസ്സിലാണ്. ഈ 3 പൈതങ്ങളും കർത്താവിന്റെ വേലയിൽ വളരെ
ഉത്സാഹികളാണ്, വളരെ സപ്പോർട്ട് ചെയ്തവരാണ്. അവർ പിന്നെയും और അങ്ങനെ തന്നെ തുടരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥന ചോദിക്കും. और मेरे वाइफ के लिए सिंधु उसका नाम है, उसके लिए भी प्रार्थना में याद करेंगे कि चिल्ड्रन का बच्चों के बीच में हो या सिस्टर्स मीटिंग हो, वो भी बहुत इस्तेमाल होते हैं, क्योंकि चौधरी भवन में वो भी प्रभु का वचन को वहाँ सीखी हुई है कोल्लम में, इसलिए प्रभु उसको अच्छा से और इस्तेमाल करें. आप लोग प्रार्थना में याद करेंगे. എന്റെ ഭാര്യ സിന്ധു സഹോദരിയെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവളും കർത്താവിന്റെ വേലയിൽ വളരെ ഉത്സാഹത്തിലാണ്. കുഞ്ഞുങ്ങളുടെയിലും സഹോദരിമാരുടെ ഇടയിലൊക്കെ പ്രവർത്തിച്ചു വരുന്നു. കൊല്ലം സഹോദരി ഭവനില് വചനം പഠിക്കാനൊക്കെ ഉള്ള ഭാഗ്യം സഹോദരിക്കുണ്ടായി. और जो दो जगह 20 से 25 किलोमीटर जो का रिमोट एरिया है मोतीपुर से, एक देवरिया कोठी और दूसरा सेलमपुर, प्रभु की इच्छा है तो दोनों जगह में कलीसिया शुरू होने के लिए हम लोग पिछले दिनों में बातचीत किया है. तो प्रभु की इच्छा है तो इस साल वहाँ एक सेलमपुर में कलीसिया शुरू होने के लिए आप लोग प्रार्थना में याद करें, क्योंकि वहां से विश्वासी लोगों को आना 20 किलोमीटर है, परंतु 1 घंटा लगता है. मैं भी जाते हैं 2 व्हीलर से तो 1 घंटा लगता है रास्ता का प्रॉब्लम के कारण. तो प्रार्थना करेंगे कि वहां भी एक मंडली शुरू हो सके और प्रभु का महिमा हो. ഇവിടെ നിന്ന് 20 കിലോമീറ്റർ അകലെയുള്ള 2 ഗ്രാമങ്ങളിൽ നിന്നായിട്ട് 4-5 കുടുംബം ഞങ്ങളുടെ മോത്തിപ്പൂർ ആരാധനയ്ക്ക് വരുന്നുണ്ട്. വളരെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് ഇത്തിരി ദൂരം വരാൻ. അതുകൊണ്ട് എത്രയും വേഗം അവിടെ സഭാ കൂടിയിൽ ഉണ്ടാകണം. ഈ വർഷം തന്നെ കൂടിയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആവശ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. और सचमुच एक बार मैं धन्यवाद देता हूँ सब बातों के लिए, विशेष करके प्रभु ने जो मेरे ऊपर, और जैसा कि मैंने अपने मन में यहोशू का वचन को रख के मैं और मेरा घराना प्रभु का ही सेवा करेंगे, चाहे जिए या मरे वो प्रभु के लिए ही मरे, प्रभु के लिए ही जिए. तो ऐसे प्रार्थना है और आगे भी आप लोग प्रार्थना करते रहें ताकि हम पूरे परिवार, हम लगभग पूरे परिवार 15 से 16 लोग हम लोग हैं जो यहाँ से 7-8 किलोमीटर हम आराधना के लिए मोतीपुर जाते हैं. प्रार्थना में याद करेंगे. വ്യവസ്ഥയുടെ പുസ്തകത്തിൽ വായിക്കുന്നത് ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. എന്ത് തന്നെ ആയിരുന്നാലും ഞങ്ങളുടെ കുടുംബമായിട്ട് ഈ കർത്താവിനെ സേവിച്ച് മുമ്പോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. ഞങ്ങളുടെ 7 കിലോമീറ്റർ ദൂരെയാണ് ആരാധനയ്ക്ക് പോകുന്നത്. ഞങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥന ചോദിക്കുന്നു. और सेवा के लिए खास जरूरत हम लोग है जो कलीसिया में हम लोग प्रार्थना कर रहे हैं 4 व्हीलर के लिए, क्योंकि टीम वर्क होता है या बीबीएस हो रहा है. हम लोग मोटरसाइकिल से 2 मोटरसाइकिल से जा करके साउंड सिस्टम लेकर जाना, ये सब बहुत ही असंभव है. तो प्रार्थना करें कि एक 4 व्हीलर भी हम लोग लेने के लिए कलीसिया में प्रार्थना करें. आप लोग भी प्रार्थना करेंगे. പ്രവർത്തനത്തിന്റെ ആവശ്യത്തോടുള്ള ബന്ധത്തിൽ ഒരു 4 വീലർ വാങ്ങിക്കുവാൻ ഞങ്ങൾ സമയമായിട്ട് പ്രാർത്ഥിച്ചു വരികയാണ്. കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോകാനും വരാനൊക്കെ പ്രായോഗികമായിട്ട് ബൈക്കിൽ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഒരു 4 വീലർ വാങ്ങുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. पिछले दिनों में हमारा सीजी ब्रदर त्रिवांड्रम से और उनके साथ में ब्रदर शालीन और ब्रदर जितिन, हाँ, और उड़ीसा से एक भाई आए थे. काफी कठिनाई तो हुआ, फिर भी प्रभु का वो लोग भी सेवा में इधर में इस्तेमाल हुआ. वो लोगों को भी अनुभव हमारा उनको मालूम है. तो प्रार्थना करिए हमारे यहाँ का सेवकाई जो प्रभु इस सेवा में और इस्तेमाल करे. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നിന്ന് 2 സഹോദരന്മാർ ഇവിടെ വരികയും ഇവിടുത്തെ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. അവരെല്ലാം ഈ പ്രവർത്തനങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയത്. आज दूसरी बात, हमारे गांव में 5 किलोमीटर के अंदर में प्रभु काफी अच्छा से सेवा करने में हमें मदद कर रहा है. सब लोग इधर में जानते हैं कि मैं क्रिश्चियन हूँ और एक सेवा करता हूँ. आज विरोध करने के लिए कोई नहीं, सब लोग सुनते हैं. इसलिए प्रार्थना करें कि हमारे इस गांव में जहां हम रहते हैं, ये पूरे गांव समाज में और प्रभु को लोग ग्रहण करें और प्रभु का महिमा हो. एक बार सभी बातों के लिए धन्यवाद देते हैं संतोष ब्रदर के लिए, इस सेवा के लिए और इस सौभाग्य के लिए जो हमें मिला. परमेश्वर की नाम की महिमा हो. ഇന്ന് 5 കിലോമീറ്റർ ചുറ്റളവുള്ള ഞങ്ങളുടെ ഗ്രാമത്തിലെ മുഴുവൻ ആൾക്കാർക്കും ഞാനൊരു വിശ്വാസിയാണെന്നും ഞാനൊരു ദൈവദാസനാണെന്ന് അറിയാം. ആരും ഇന്ന് ഞങ്ങളെ വിരോധിക്കാനില്ല. വേല ചെയ്യാനുള്ള എല്ലാ സാവകാശമുണ്ട്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. വിശേഷിച്ച് ഈ മീറ്റിംഗ് ഒരുക്കിയ പ്രിയപ്പെട്ട സന്തോഷ് സോദരൻ ഭാരവാഹികളോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന്
മഹത്വം ഉണ്ടാകട്ടെ. ചില ആഴ്ചകൾക്ക് ശേഷം കാലൂരിനാഥ മിനിസ്ട്രിയുടെ ഈ പ്രോഗ്രാം ഇന്ന് തുടങ്ങുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തിയതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ മിനിസ്ട്രിയെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിച്ചു. അനേക ദൈവദാസന്മാരെ പരിചയപ്പെടുത്തുവാൻ തക്കവണ്ണം, അനേക ദൈവമക്കളെ പരിചയപ്പെടുത്തുവാൻ തക്കവണ്ണം, എല്ലാം ഈ വേദി അതിനുവേണ്ടി ഉപയോഗിക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം ഇടവരുത്തി. ഇന്നും വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ നമുക്ക് ഏവർക്കും ഇന്ന് കടന്നു വരുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം തന്ന ഈ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. വന്ന നേരം മുതൽ ഈ നിമിഷം വരെ ഇവാഞ്ചലിസ്റ്റ് കേദാർ പാസ്വാൻ മോത്തിപ്പൂർ ബീഹാറിലാണ് കർത്താവിന്റെ ദാസൻ കർത്താവിന്റെ വേല ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷ്യം കേൾപ്പാൻ ഇടവരുത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പറഞ്ഞാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് നാം കേട്ടത്. നാം കേട്ടതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം ഉയർത്തി ഒരു ദൈവദാസനാണ്. അത് ആ സാക്ഷ്യത്തിൽ കൂടി നമുക്ക് കേൾക്കുവാൻ ദൈവം ഇടവരുത്തി. വളരെ പരാജയം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലെല്ലാം ദൈവത്തിന്റെ കരം തന്നെ താങ്ങി നടത്തി എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് കേൾക്കുവാൻ സാധിച്ചത്. മാത്രമല്ല, കുടുംബമായിട്ട് 3 മക്കളുമായിട്ടാണ് ആ പ്രദേശത്ത് കർത്താവിന്റെ ദാസൻ കർത്താവിന്റെ വലിയ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കുടുംബത്തെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ മെസ്സേജ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തക്കോണം ഇവാഞ്ചലിസ്റ്റ് ഷിജിയാണ് ദൈവം എടുത്ത് ഉപയോഗിച്ചത്. ചില സാങ്കേതികമായിട്ട് ചില പ്രയാസങ്ങൾ ഉണ്ടായെങ്കിലും ആ സംസാരത്തിന് യാതൊരു കുറവും വരുത്തിയില്ല. നമുക്ക് ഏവർക്കും വളരെ ക്ലിയർ ആയിട്ട് കേൾക്കുവാൻ അത് ഇടവരുത്തി. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പാസ്വാൻ സഹോദരൻ പറഞ്ഞതുപോലെ അവിടെ BBS-ഉം അതുപോലെ ചിൽഡ്രൻസ് ക്ലബ്ബും എല്ലാം വളരെ അനുഗ്രഹമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ നടക്കുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തി. മാത്രമല്ല, തൻ്റെ പ്രവർത്തനം മൂലം ആദ്യം വളരെ എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും അതിനുശേഷം കർത്താവിന്റെ ദാസന്റെ ആ പ്രവർത്തനം മൂലം ദൈവം അനുഗ്രഹിച്ച് ഫാമിലിയിലെ അനേക മെമ്പേഴ്സിനും ദൈവത്തെ കണ്ടുമുട്ടുവാൻ തക്കവണ്ണം, ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം, ആ ദൈവദാസനുമായിട്ട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം സാവകാശം ഒരുക്കിയതെ ഓർത്ത് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. മക്കളുടെ കാര്യങ്ങൾ താൻ പറയുകയുണ്ടായി. മകനെ CMC-യിൽ ഒരു ട്രീറ്റ്മെന്റിലാണ്. ആ ട്രീറ്റ്മെന്റ് ഏറ്റവും നല്ല രീതിയിൽ അത് ഫലിക്കുവാൻ തക്കവണ്ണം ദൈവം വിടുതട്ടെ. അതുപോലെ പ്രിയ മകൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം പാടി ഷാരോൻ. ആ മകളുടെ അഡ്മിഷൻ ലഭിച്ചു. ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം ദൈവത്തിലേക്ക് നോക്കിയാണ്. കടദാസന്റെ ആ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നടക്കുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തട്ടെ. തന്റെ വൈഫ് സിന്ധുവിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം, മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ കേൾക്കുവാൻ ഈ ഒരാഴ്ചയും ദൈവം ഇടവരുത്തി. തുടർന്നും ഈ മിനിസ്ട്രിയെ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അവരെ ഓർത്ത് നിങ്ങളെവരും പ്രാർത്ഥിക്കണം. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ICU-ലായിരുന്നു. ദൈവത്തിന്റെ കൃപ കൊണ്ട് ഇന്നാണ് ഡിസ്ചാർജായി ഭവനത്തിൽ വരുവാൻ ദൈവം ഇടവരുത്തിയത്. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. ആൻഡമാൻസിൽ ഉള്ള പ്രിയ കർത്തൃദാസൻ ജോർജ് ജേക്കബ് അവറുകൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. प्रार्थना करते हैं प्रभु जी कि आप अपने अनुग्रह से प्रभु जी उन बच्चों के ऊपर आशीष दें प्रभु जी, उनके उन्हें सुंदर गीत गाने में आपने अनुग्रह किया, धन्यवाद देते हैं प्रभु जी। विशेष तौर से बेटी शारोन के लिए धन्यवाद देते हैं, उनको जो अच्छा आवाज दिया धन्यवाद देते हैं प्रभु जी। उनके आगे की पढ़ाई के लिए प्रभु जी बेंगलोर जाने की वो लोग सोच रहे हैं प्रभु जी, उसके आगे की जो कार्रवाई है प्रभु जी आप ही करते हैं, धन्यवाद देते हैं प्रभु जी। उन बच्चे के ऊपर आपके अनुग्रह आप आशीष रहे प्रभु जी। आपके मैं बेटा शालोम के लिए प्रार्थना करते हैं प्रभु जी, उनके ब्रेन में कुछ तकलीफ हुआ है करके आपके दास के द्वारा सुना है प्रभु जी। उस बच्चे के ऊपर भी आपकी अनुग्रहित हाथ रहे प्रभु जी और संपूर्ण चंगाई दे, हम आपसे विनती और प्रार्थना करते हैं प्रभु जी। महान पिता परमेश्वर, तीनों बच्चों के ऊपर आपके अनुग्रह रहे। भाई जो सेवकाई कर रहे हैं उस मोतीपुर इलाके में प्रभु जी, वहां जो एक छोटा सा जो 4-5 लोगों के द्वारा जो सेवकाई शुरू किया गया प्रभु जी, आज अधिकांश लोग उस 5 किलोमीटर के फीसदी में प्रभु जी आप अपने दासों को इस्तेमाल करते हैं, धन्यवाद देते हैं। चिल्ड्रंस क्लब्स के द्वारा, VBS के द्वारा, टीम मिनिस्ट्रीज के द्वारा
तो अपनी सेवकाई को आप फलवंत करते आ रहे हैं प्रभु जी, धन्यवाद देते हैं प्रभु जी। महान पिता परमेश्वर, आपके लिए कुछ भी असंभव नहीं है, ये हम आपसे विनती हम विश्वास करते हैं प्रभु जी। धन्यवाद देते हैं पिताजी कि आपने ये सुंदर समय दिया प्रभु जी। प्रभु जी, हमारे देश में दिन प्रतिदिन आपकी सेवकाई की जो आजादी है घटती जा रही है प्रभु जी, लेकिन हम एक बात जानते हैं कि सबके ऊपर योजना रखने वाले आप है प्रभु जी। सबके ऊपर हमारे जीवन के प्रति जो योजना है आप ही जानते हैं, ये हमारी हानि के लिए नहीं वरन आप हमारे कुशल के लिए प्रभु जी, आपके दास के द्वारा आपने सुनाया प्रभु जी, धन्यवाद देता प्रभु जी। महान पिता परमेश्वर, इस गवाही के द्वारा हम प्रोत्साहित होने के लिए आपने सहायता किया, धन्यवाद देते हैं। आगे के दिनों में प्रभु जी और लगातार आपकी सेवकाई में लगे रहने के लिए आपके सेवक के ऊपर आपकी अनुग्रह और आशीष रहे प्रभु जी। उनकी हर एक इच्छाओं को आप पूरे करें प्रभु जी। जो 20 किलोमीटर इलाकाओं में जो नए कलीसिया आरंभ करने का उन्होंने आयोजन जो किया प्रभु जी, उसके ऊपर भी आपकी अनुग्रह रहे प्रभु जी। और अलग अलग क्षेत्रों में जहां आपकी सेवकाई चल रही प्रभु जी, विशेष तौर से उन्होंने जो रिक्वेस्ट रखा है प्रभु जी कि उन्हें एक 4 पहिए गाड़ी की जरूरत है, जहाँ की वे अलग अलग जगह में जाए और विस्तार से आपकी सेवकाई करें प्रभु जी। आप उन्हें अनुग्रह करें प्रभु जी। प्रभु जी, आपके भंडार में कुछ किसी चीज की कमी नहीं है प्रभु जी। हम आपको धन्यवाद देते हैं प्रभु जी। जुड़े हुए हर एक प्रियजनों के लिए धन्यवाद देते हैं प्रभु जी। हम हर एक प्रभु जी एक दूसरे के प्रति प्रार्थना करते हुए लगातार आप में जुड़े रहे प्रभु जी, सहायता मदद करें प्रभु जी। एक और बार कालवरी मिनिस्ट्रीज के लिए धन्यवाद देते हैं। इस सेवकाई के द्वारा अनेकों के जीवनों में आशीष और अनुग्रह का कारण होने के लिए प्रभु जी सहायता कर रहे हैं। आपने हमारी प्रार्थना को सुनाया, धन्यवाद देते हैं पिता। प्रार्थना के उत्तर दे रहे हैं, धन्यवाद देते हैं। धन्यवाद के साथ हमारी ये प्रार्थना हमारे स्वर्गीय पिता हमारे प्रभु यीशु मसीह की मीठा पवित्र नाम मांगते हैं, पिता सुनो और ग्रहण करें, आमीन। पिता परमेश्वर का प्रेम, पुत्र प्रभु यीशु मसीह का अनुग्रह, पवित्र आत्मा का सहभागिता हम हर एक के साथ अब से लेके सदा तक बनी रहे, आमीन।